ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ചാപ്റ്റർ 3 അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. കൺസിഡർ ദ ഫോളോയിങ് പാരലോഗ്രാംസ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ അൺനൗൺ എക്സ് വൈ സെഡ്. നമുക്കിവിടെ ഒരു 5 പാരലോഗ്രാം തന്നിട്ടുണ്ട്. ഈ 5 പാരലോഗ്രാമിലും എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ആംഗിളുകൾ മിസ്സിംഗ് ആണ്. ഈ മിസ്സായിട്ടുള്ള ഓരോ ആംഗിളുകളും നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇതാണ് നമ്മളുടെ ചോദ്യം. Okay, shall we start now? The first one. ഈ ഫസ്റ്റ് വൺ നമ്മൾ എടുത്തപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു 100 ഡിഗ്രി ആണ്. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ, സം ഓഫ് ആംഗിൾസ് ഓൺ വൺ സൈഡ് ഓഫ് എ പാരലോഗ്രാം ഈസ് 180 ഡിഗ്രി. ഒരു പാരലോഗ്രാമിന്റെ ഒരു സൈഡിലെ ആംഗിളുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. സോ സെഡും വൈയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ്. അതേപോലെ തന്നെ എക്സും സെഡും വൈയും ആഡ് ചെയ്ത സെഡും വൈ ഇവിടെ സെഡ് വൈ ആഡ് ചെയ്ത 180 ആണ്. വൈയും എക്സും ആഡ് ചെയ്ത 180 ആണ്. എക്സും 100ഉം ആഡ് ചെയ്ത 180 ആണ്. സെഡും 100ഉം ആഡ് ചെയ്ത 180 ആണ്. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ എക്സും 100 എടുക്കുക, അല്ലെങ്കിൽ സെഡും 100 എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ നമുക്ക് കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എക്സ് പ്ലസ് 100, സം ഓഫ് ആംഗിൾ ഓൺ വൺ സൈഡ് ഓഫ് എ പാരലോഗ്രാം 180 എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബി സി എന്ന് പറയുന്ന സൈഡ് എടുത്തു. ഇവിടെ ഈ എക്സും 100ഉം കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും. അതിൽ ഈ 100നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? 180 മൈനസ് 100 ആവും. 180 നിന്ന് 100 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 80 ഉണ്ട്. അത് നമുക്ക് വെറുതെ മൈനസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്കിനി പെട്ടെന്ന് നമുക്ക് ഓരോന്ന് ചെയ്യാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ ഈ 100ന് ഓപ്പോസിറ്റ് ഉള്ള വൈയും എന്തായിരിക്കും? 100 ആയിരിക്കും. എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സെഡും എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും, അഥവാ 80 തന്നെ ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ വൈ ഈക്വൽ ടു 100 കിട്ടും, സെഡ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 80 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എക്സ് വൈ സെഡ് കിട്ടിയാലോ? എക്സ് എത്രയാണ്? 80 ആണ്. വൈ എത്രയാണ്? 100 ആണ്. സെഡ് എത്രയാണ്? 80 ആണ്. ഓക്കെ, നൗ സെക്കൻഡ് വൺ, എക്സ് വൈ സെഡ് കാണണം. നമ്മളുടെ ചിത്രം നിങ്ങൾക്ക് കാണാലോ. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? സം ഓഫ് ആംഗിൾസ് ഓൺ വൺ സൈഡ് ഓഫ് എ പാരലോഗ്രാം ഈസ് 180 ഡിഗ്രി. ഒരു പാരലോഗ്രാമിന്റെ ഒരു സൈഡിലുള്ള ആംഗിളുകൾ ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. സോ എക്സ് പ്ലസ് 50 ഇത് രണ്ടും ആഡ് ചെയ്തു. അപ്പോൾ 180 ആണ്. ഉറപ്പാണ്, ഇത് പാരലോഗ്രാമിന്റെ ഒരു സൈഡാണ്. ഇത് പാരലോഗ്രാം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 50 അപ്പുറത്തോട്ട് കൊണ്ടുവരാം. സോ എക്സ് ഈക്വൽ ടു 180 മൈനസ് 50. 180 നിന്നും 50 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 130. സോ എക്സ് ഈക്വൽ ടു 130 എന്ന് കിട്ടി. ഇനി അടുത്ത കണ്ടീഷൻ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? വൈക്ക് ഈക്വൽ ആണ്. സോ എക്സും വൈയും നമുക്ക് 130 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് എങ്ങനെയാണ്? വൈ ഈക്വൽ ടു സെഡ്. ഇത് അൾട്ടർനേറ്റ് ആംഗിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അൾട്ടർനേറ്റ് ആംഗിൾ എന്താണെന്നുള്ളതെന്ന് പറഞ്ഞുതരാം. വേറൊരു മെത്തേഡിലും നമുക്കിത് കണ്ടുപിടിക്കാം കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. അൾട്ടർനേറ്റ് ആംഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ലൈൻ, ഇതൊരു പാരലോഗ്രാം ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണ്. നമുക്ക് ചിത്രം കാണുമ്പോൾ പാരലൽ ആയിട്ട് തോന്നൂലെങ്കിലും പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു പാരലോഗ്രാം ആണെന്നാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണ്. ഈ പാരലലിനെ ടച്ച് ചെയ്യുന്ന ലൈനാണ് ഈ ആംഗിൾ എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കി, അൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഈ ലൈനിന് മുകളിൽ ഈ ട്രാൻസ്വേഴ്സലിന്റെ റൈറ്റ് സൈഡിൽ, അപ്പോൾ ഈ വരക്ക് താഴെ ട്രാൻസ്വേഴ്സലിന്റെ ഇടത് സൈഡിലുള്ള ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളെയാണ് നമ്മൾ അൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു എത്രയാണ്? 130 ആണ്. അപ്പോൾ സെഡും എത്രയാണ്? 130 ആണ്. ഇനി ഇത് വേറൊരു രീതിയിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞല്ലോ, അതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചോളാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 50 ആണെന്നുണ്ടെങ്കിൽ ഈ 50ക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്രയാണ്? 50 ആണ്. ഓക്കെ, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പോൾ 50 പ്ലസ് സെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ആംഗിൾ എത്രയാണ്? 180 ആണ്. അപ്പോൾ 50ഉം സെഡും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അപ്പോൾ 180 നിന്ന് 50 മൈനസ് ചെയ്താൽ നമുക്ക് സെഡ് കിട്ടും. 180 നിന്ന് 50 പോയാൽ എത്രയാ? 180 നിന്ന് 50 പോയാൽ എത്രയാ? 130. ഇങ്ങനെയും നമുക്ക് സെഡ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സും 130 ആണ്, വൈയും 130 ആണ്, സെഡും 130 ആണ്. ഓക്കെ, ദെൻ അടുത്ത ചിത്രം ഇതാണ്. ഇവിടെ ആംഗിൾ 30 ആണ് കേട്ടോ, 30. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എക്സ് കാണണം. ഓക്കെ, എക്സ് നോക്കിയേ, ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു 90 ഡിഗ്രി തന്നിട്ടില്ലേ?
രണ്ട് ലൈനുകൾ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും അതേപോലെ ഇത് രണ്ടും അതേപോലെ അല്ലേ ഇവിടെ കിടക്കുന്നത്. ഇതൊരു ലൈന്, ഇത് വേറൊരു ലൈന്. ഈ രണ്ട് ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ എക്സും ഈ 90 ഡിഗ്രിയും സെയിം ആയിരിക്കൂലേ. അപ്പോൾ എക്സ് നമുക്ക് ഓൾറെഡി കിട്ടി 90 ഡിഗ്രിയാണ്, ബിക്കോസ് ഇറ്റ്സ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, എക്സ് കിട്ടിക്കഴിഞ്ഞാൽ വൈ കാണാം. നോക്കി, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അതിലൊന്ന് എക്സ് ആണ്, ഒന്ന് വൈ ആണ്, ഒന്ന് 30 ഡിഗ്രി ആണ്. അപ്പോൾ അത് 3 നമുക്കൊന്ന് ആഡ് ചെയ്യാം. എക്സ് 90 ആണ്, അതുകൊണ്ട് ഇവിടെ 90 + 30 + y = 180. സം ഓഫ് ആംഗിൾ ഓൺ ട്രയാങ്കിൾ. 30ഉം 90ഉം കൂട്ടിക്കഴിഞ്ഞാൽ 120 കിട്ടും. സോ 120നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ 180 - 120 ആവും. 180ൽ നിന്നും 120 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 60 ഉണ്ട്. അപ്പോൾ y കിട്ടിയ എത്രയാ? 60 ആണ്. ഓക്കെ, y കിട്ടി 60 ആണ്. ഇതൊരു പാരലോഗ്രാം ആണെങ്കിൽ ഈ സൈഡും പാരലൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണ്. ഈ പാരലിനെ ടച്ച് ചെയ്യുന്ന ലൈൻ അല്ലേ ഇത്, അല്ലേ? ഇനി ഞാൻ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോട്ടെ. ഞാൻ ആദ്യം മുകളിലെ ഈ ലൈൻ എടുക്കുകയാണ്. ഈ ലൈനിന്റെ താഴെ ഈ പാരലലുകളെ ടച്ച് ചെയ്യുന്ന വരയുടെ വലത് ഭാഗത്താണ് y കിടക്കുന്നത്. അപ്പോൾ ഈ വരയുടെ മുകളിൽ പാരലലിനെ ടച്ച് ചെയ്യുന്ന വരയുടെ ഇടത് ഭാഗത്താണ് z കിടക്കുന്നത്, ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ എക്സും വൈയും സെഡും എന്താണ്? അൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പോൾ y എത്രയാണോ അത് തന്നെയായിരിക്കും ആർക്കും ഉണ്ടാവുക? സെഡിനും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ y 60 ആണെന്നുണ്ടെങ്കിൽ z എത്രയാ? 60. അപ്പോൾ x = 90, y = 60, z = 60. ദെൻ അടുത്തത് ഇതേപോലെ നമുക്കൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. നമുക്ക് ആ പാരലോഗ്രാമിൻ്റെ ഒന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് നമ്മൾ z ആണ് എഴുതിയിട്ടുള്ളത്. ആദ്യം അത് എഴുതിയ നോക്കാനും വേണ്ടി നമ്മൾ നോക്കി. ഇവിടെ പല മെത്തേഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കി, എക്സും 80ഉം കൂട്ടിയാൽ സം ഓഫ് ആംഗിൾ ഓൺ വൺ സൈഡ്, അപ്പോൾ നമുക്ക് 80 കിട്ടും. ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അപ്പോൾ വൈയും 80 ആണ്. ഇനി എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞുതരാം. കറസ്പോണ്ടിങ് ഒരേ പൊസിഷനിൽ കിടക്കുന്ന ആംഗിളുകളെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയാം. ഇപ്പോൾ ഈ ലൈന്, ഈ 80 വരുന്ന ഈ ലൈനും പാരലൽ ആണ്. അപ്പോൾ ആ പാരലലിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സലാണിത്. അപ്പോൾ ഈ വരയുടെ മുകളിൽ ട്രാൻസ്വേഴ്സലിൻ്റെ ഇടത് ഭാഗത്ത് രണ്ടും ഒരേ പൊസിഷനിലാണ് കിടക്കുന്നത്. ഇങ്ങനെ സെയിം പൊസിഷനിൽ വരുന്നതിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും രണ്ട് പാരലൽ ലൈൻസിന്. അതുകൊണ്ടാണ് z = 80 എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് വൈയും 80 ആയിരിക്കും. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം ആണ്. 80ന്റെ ഓപ്പോസിറ്റ് ആണ് y കിടക്കുന്നത്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അടുത്തത് എക്സും 80ഉം കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. സം ഓഫ് ആംഗിൾ ഓൺ വൺ സൈഡ് ഓഫ് എ പാരലോഗ്രാം. ഈ 80നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ x = 180 - 80 100 കിട്ടും. അപ്പോൾ നമ്മളുടെ 3 ആംഗിളായി. എക്സ് 100, y 80, z 80. ഓക്കെ, ദെൻ അടുത്തൊന്ന് വരുന്നത് ഇങ്ങനെയാണ് ചിത്രം. അതിൽ y = 112, കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. അപ്പോൾ y എന്ത് തന്നെയായിരിക്കും? 112 തന്നെയായിരിക്കും. ഇനി അടുത്തത് y + x + 40 = 180 ആണ്. ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ. ഇവിടെ നോക്കിയേ, y കിട്ടി. വൈയും എക്സും 40ഉം കൂടി കൂട്ടിയാൽ ഒരു ട്രയാംഗിൾ, ഇതൊരു ട്രയാംഗിൾ അല്ലേ? ആ ട്രയാംഗിളിൻ്റെ ആംഗിളിൻ്റെ സമം 180 ആണ്. അതിൽ y 112 ആണ്, അത് കൊടുത്തു. 112ക്ക് 40 കൂട്ടിയാൽ എത്രയാണ്? 152. ഈ 150നെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും. 180 152 പോയാൽ എത്രയാണ്? ഇവിടെ 52ന്റെ കൂടെ 8 കൂട്ടിയാൽ 60 ആയി. പിന്നെ ഒരു 20ന്റെ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ 28 ആണ് കിട്ടുക. അപ്പോൾ എക്സ് എത്രയാ? 28 ആണ്. ഇനി എക്സ് 28 ആണെന്നുണ്ടെങ്കിൽ z എത്രയായിരിക്കും? വേഗം പറയൂ മക്കളെ. ഓക്കെ, നോക്കിയാ, ഇതിങ്ങനെ ഒരു ലൈന്, ഇത് ഇങ്ങനൊരു ലൈന്. ഈ പാരലലിനെ ടച്ച് ചെയ്യുന്നതാണ് ഇത്. നോക്കിയാ, അൾട്ടർനേറ്റ് ആംഗിൾ അല്ലേ? അൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സോ എക്സും സെഡും അൾട്ടർനേറ്റ് ആണ്. സോ എക്സ് എത്രയാണോ അത് തന്നെയാണ് സെഡും. അപ്പോൾ സെഡും 28 ആണ്. അപ്പോൾ എക്സ് 28, y 112, z 28. ഓക്കെ.